ചേച്ചി എന്റെ അടുത്ത് വന്ന് കണ്ടു പറഞ്ഞു, ശിവദ വന്നു കൈ പിടിച്ച് കുറച്ചു നേരം നോക്കിയിരുന്നു. അപ്പൊ ഞാൻ എന്താ റിവ്യൂവറാണോ എന്താ നമ്മൾക്ക് ആർക്കും അറിയില്ല. വന്ന് പറഞ്ഞു ഈ ഒരു ഇൻസിഡന്റ് എന്റെ വീട്ടിൽ നമ്മളെ ശിവദ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് പ്രാന്താന്ന് തന്നെ പറഞ്ഞതാണ്. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ തലയ്ക്ക് ഒരു വിളക്ക് വെച്ച് അടിച്ചിട്ട് പോകുന്ന ആളാണ് എന്ന് എന്നോട് പറഞ്ഞു. ഈ പടം സ്ത്രീകളെ കൂടുതൽ കണ്ടിരുന്നെങ്കിൽ കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നി. കാരണം എല്ലാ സ്ത്രീകളും എല്ലാ കൊലപാതകവും ഞങ്ങൾ ന്യായീകരിക്കുക എന്നുള്ളതല്ല. ഈ ഒരു കേസിൽ ഈ ഒരു പടത്തിൽ നടന്ന ഒരു ഇവന്റിൽ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. വിമർശനങ്ങൾ അത് കൊലപാതകത്തെ ന്യായീകരിക്കുന്നു എന്ന രീതിക്കാണ്. ശരിക്കും അങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിരുന്നു? ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ നമ്മൾ കണ്ടെത്തുന്ന പ്രതികളും ശിക്ഷിക്കപ്പെടുന്നവരും പൂർണ്ണമായും കുറ്റവാളികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇന്നലെ രാത്രി ഈ സിനിമ കണ്ട ഒരു പോലീസ് ഓഫീസർ കുടുംബമായിട്ട് സിനിമ കണ്ടിട്ട് ഇന്ന് കാലത്ത് ഞങ്ങൾ ഈ പ്രസ് മീറ്റിന് വരുന്ന വഴി ഞാനും അനിലും വരുന്ന വഴി വിളിക്കുകയായിരുന്നു. ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലെ ഒരു റിവ്യൂവിൽ കണ്ട ഒരു കാര്യം, ഇത് കുറ്റവാളികളെ ന്യായീകരിക്കുന്ന സിനിമയാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയാ അത്ഭുതത്തോടുകൂടി പറയുകയാണ്, ഇതൊക്കെ വളരെ സിമ്പിൾ നോർമൽ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഓഫീസറോട് സംസാരിച്ചാൽ, ഏതെങ്കിലും പോലീസുകാർ ഇതിനേക്കാൾ ഇന്റൻസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ. 2006 വന്ന പളുക്ക് എന്ന സിനിമയിൽ ഒരു പീഡോഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് അതിലുണ്ട്. അന്ന് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് അതിനേക്കാൾ എത്രയോ വലിയ തരത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നതായിട്ട് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു. വിമർശനങ്ങൾ അത് കൊലപാതകത്തെ ന്യായീകരിക്കുന്നു എന്ന രീതിക്കാണ്. ശരിക്കും അങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിരുന്നു? ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ നമ്മൾ കണ്ടെത്തുന്ന പ്രതികളും ശിക്ഷിക്കപ്പെടുന്നവരും പൂർണ്ണമായും കുറ്റവാളികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇല്ലല്ലോ, കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുന്നില്ലല്ലോ, സത്യമല്ലേ? അപ്പോ അങ്ങനത്തെ സൈഡ് നമുക്ക് പരിശോധിച്ചുകൂടെ ഒരു സിനിമയിൽ? ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരും അല്ലെങ്കിൽ കുറ്റവാളികളാണെന്ന് ആദ്യഘട്ടത്തിൽ കോടതി വിധിച്ചവരും അവരുടെ പിന്നിൽ അവർ പലപ്പോഴും നിരപരാധികളാവാം, അല്ലെങ്കിൽ പൂർണ്ണ കുറ്റവാളികളല്ലാത്ത ആളുകളും. അത് റിയാലിറ്റിയാണ്. അപ്പൊ പിന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരു സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡുകൾ കാണാം, അതിൽ അവർ കണ്ടെത്തിയ നെഗറ്റീവ്സ് കാണാം, അത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരാൾ പറയുന്നതിൽ ജെനുവിനിറ്റി ഫീൽ ചെയ്യും. ഒരാൾ വന്നിരുന്ന് പറയുവാണ്, എനിക്കിതിൽ പോസിറ്റീവ് ഒന്നും കാണാൻ കഴിയുന്നില്ല, ഒരു സിനിമ കണ്ടിട്ട് വന്നിരുന്ന് പറയുവാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് വെറുതെ അറിയാൻ ചോദിക്കുവാണ്, ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയിൽ ഒരു പോസിറ്റീവും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും എത്ര പേരുണ്ട് ഈ കൊടുക്കും? എന്തെങ്കിലും ഒരു പോസിറ്റീവ് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഈ സിനിമയിൽ. അപ്പൊ ഒരു നിരൂപകൻ വന്നിരുന്ന് പറയുവാണ് സിനിമയിൽ ഒരു പോസിറ്റീവ് കണ്ടില്ല, അത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്, അത് റിയൽ അല്ല. അത് ഒരു പെൺകുട്ടി കാര്യം കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. അവിടെയും പ്രശ്നം അത് പെൺകുട്ടി ആയതുകൊണ്ടാണോ? അതൊരു ആൺകുട്ടിയാണെങ്കിൽ ഈ സ്മാർട്ട്, അപ്പൊ ഭയങ്കര സ്മാർട്ടാണ്, അവൻ കാര്യം നടത്തി ഭയങ്കര ഒരു സംഭവമായി. ഈ പെൺകുട്ടിക്ക് 2024 ഇത്രയും ഒക്കെ ജെൻഡർ ബയസിന് മുകളിൽ ചിന്തിക്കാൻ നമ്മുടെ ഈ സിനിമ നിരൂപകർ ചെയ്യുന്നതൊക്കെ ആവാൻ പറ്റേണ്ടതാണ് എന്നുള്ള അഭ്യർത്ഥന. എല്ലാ സ്ത്രീകളും എല്ലാ കൊലപാതകവും ഞങ്ങൾ ന്യായീകരിക്കുക എന്നുള്ളതല്ല. ഈ ഒരു കേസിൽ ഈ ഒരു പടത്തിൽ നടന്ന ഒരു ഇവന്റിൽ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇത് കൊലപാതകം എല്ലാ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊലപാതകങ്ങളും ചെയ്യുന്ന ആൾക്കാരും മേ ബി തെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കില്ല. ഇതില് നമ്മൾ കൊലപാതകം ന്യായീകരിക്കുകയല്ല, ബട്ട് സ്റ്റിൽ സം പോയിന്റ്സ് നീഡ് ടു ബി ഹേർഡ്, റൈറ്റ്? അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അതെല്ലാം കണ്ടെന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞെന്ന് ഒരു ചേച്ചി എന്റെ അടുത്ത് വന്ന് കണ്ടു പറഞ്ഞു, ശിവദ വന്നു കൈ പിടിച്ച് കുറച്ചു നേരം നോക്കിയിരുന്നു. അപ്പൊ ഞാൻ എന്താ റിവ്യൂവറാണോ എന്താ നമ്മൾക്ക് ആർക്കും അറിയില്ല. വന്ന് പറഞ്ഞു ഈ ഒരു ഇൻസിഡന്റ് എന്റെ വീട്ടിൽ നമ്മളെ ശിവദ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് പ്രാന്താന്ന് തന്നെ പറഞ്ഞതാണ്. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ തലയ്ക്ക് ഒരു വിളക്ക് വെച്ച് അടിച്ചിട്ട് പോകുന്ന ആളാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. വേറൊരു ഇൻസിഡന്റ് പറഞ്ഞാൽ ഇതെനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ പടം കണ്ടു, ഭയങ്കര ഡെസ്പെറേറ്റ്. അപ്പോ ഷീ ടോൾഡ് മീ ലൈക്ക് അതൊട്ടും ഒത്തിരി ഹൈഫൈ ഫാമിലിയിലത്തെ ഒന്നുമില്ല, ഒരു നോർമൽ കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. ചേച്ചി ഭയങ്കര കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 3 months ജീവിച്ചിട്ട് ഹസ്ബൻഡ് പോയി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഇത് വീട്ടില് ഒരു റിലേഷൻഷിപ്പ് പറയുന്നത് മേ ബി ആരോ വേണമെങ്കിലും ആയിക്കോട്ടെ, ഹസ്ബൻഡ് വേറെ റിലേഷൻ ഉണ്ടായെന്ന് അറിഞ്ഞു. അത് അറിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. 3rd month വീട്ടിൽ വന്ന കുട്ടിയാണ്.
ഇത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര ഇതായിട്ട് തോന്നി ചേച്ചി. അപ്പൊ ഈ പറഞ്ഞു വരുന്ന എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചില വീടുകളിൽ ഉണ്ടാവാം. അത് പറയാൻ ധൈര്യപ്പെടാതെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ടാവും. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഞങ്ങൾ ഇന്ന് രാവിലെ വന്നപ്പോൾ മാനസികമായിട്ട് പറയായിരുന്നു, ഈ പടം സ്ത്രീകൾ കൂടുതൽ കണ്ടിരുന്നെങ്കിൽ കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നി. കാരണം ഒരു വേറെ ഫെമിനിസം ഒന്നും സംസാരിക്കൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോഴാണ് കൂടുതലൊരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് ഒരു സപ്പോർട്ട് ചെയ്യാവുന്നില്ല. ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ മേ ബി ചില ആരെയും ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല, മേ ബി ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അങ്ങനെ വല്ലതും ഉണ്ടാവുന്നതിന്റെ റീസൺ ഇതൊക്കെ ആയിരിക്കാം. ചിലപ്പോ യു ആർ നോട്ട് ജസ്റ്റിഫൈങ് എനിവൺ, ബട്ട് മേ ബി ഇതൊക്കെ ആയിരിക്കാം ഡീപ്പർ സെൻസിൽ പോകുമ്പോൾ. സാറിന് എന്ത് പറയേണ്ടതുള്ളൂ? എനിക്കതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു കാര്യം, ഇപ്പൊ നമ്മളങ്ങനെ ഒരു നല്ല സൗഹൃദത്തിൽ തുടങ്ങുന്നതായിട്ട് കാണിച്ചു. അത് സ്വാഭാവികമാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ. അതായത് ഒരു കുടുംബത്തെ ഒറ്റപ്പെട്ടു പോവുകയും ഒരുപാട് സ്നേഹം ആഗ്രഹിച്ചിട്ട് നടക്കാതെ സ്വാഭാവികമായും നമുക്ക് സ്നേഹം തരുന്ന നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും. പിന്നെ അത്തരം സൗഹൃദങ്ങൾ നമുക്ക് ഈ എന്താ പറയാ ഡിവൈനായിട്ട് ഇങ്ങനെ വേറെ ഒന്നും ഉണ്ടാവാതെ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമ്മുടെ ചുറ്റും നമുക്ക് നിങ്ങൾ ആർക്കെങ്കിലും അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. അത്തരം ക്ലോസ് റിലേഷൻഷിപ്സ് എല്ലാം വളരെ ഡിവൈനായിട്ട് തന്നെ നിൽക്കും. എന്താണ് ഡിവൈൻ എന്ന് പറയുന്നത്? എന്താണ്? അല്ല, എന്തുകൊണ്ട് അവര് തമ്മിൽ ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അവർ ആ സൗഹൃദത്തിൽ അങ്ങനെ നിന്നാൽ നമുക്ക് നല്ല സന്തോഷം. അങ്ങനെയാണോ? അങ്ങനത്തെ മാത്രമാണോ? എത്ര ശതമാനം ഉണ്ടാവുമെന്ന് ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു സൗഹൃദം ഒരു നെക്സ്റ്റ് ലെവലിൽ വളരെ ക്ലോസ്നെസ്സിൽ ഒരു രാത്രി ഒരു വീടിന്റെ അപ്സ്റ്റെയറിൽ പോയിരുന്ന് ഭർത്താവില്ലാത്ത സമയത്തിരുന്ന് സംസാരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം തൊടാൻ പാടില്ല എന്ന അവസ്ഥയിലാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ കാപട്യമില്ലേ എന്നുള്ള ചോദ്യം എനിക്ക് തിരിച്ചു വരിക.